ഇതൊക്കെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു സാമ്പത്തികാവസ്ഥ വേണം. ഇപ്പൊ തന്നെ ഇത് വലിയൊരു ജിമ്മാണ്. ഇത് കാണുമ്പോൾ നമ്മൾ സാധാരണ ജിമ്മിനെ പോലെ സ്ക്വയർ ഫീറ്റ് കുറഞ്ഞ ഒരു ജിമ്മല്ല, വലിയ ഫെസിലിറ്റീസ് കൊടുത്തു തന്നെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇതൊക്കെ എങ്ങനെയാണ്? എനിക്ക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അതിന് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ ഈ ചെയ്യുന്ന പരിപാടികളുമായിട്ട്, അതായത് സെറ്റിൽമെന്റ് ഇല്ലെങ്കിൽ ആളുകളെ വിഷയങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഞാൻ ഇതുവരെ, എനിക്ക് തോന്നുന്നു ഞാനൊരു 10-17 വർഷമായി ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വിഷയങ്ങൾ തീർക്കുന്ന ഒരു കാര്യങ്ങളിൽ നിന്നുകൊണ്ടിരിക്കുന്നു. ഒരാളുടെ അടുത്തൊന്നും ₹1 വാങ്ങുകയോ ഒരു ചായ വാങ്ങി കുടിക്കുന്ന പരിപാടി ചെയ്തിട്ടില്ല ഇത്. ഞാൻ പറഞ്ഞില്ല, മനുഷ്യനാണ്, സഹജീവികളുടെ കരുണയുണ്ടാകണം. അവൻ്റെ വിഷമം എൻ്റെയും വിഷമമാണ്. അതായത് വയനാട് മാത്രമല്ല പ്രളയം വരിക, മുല്ലപ്പെരിയാറും ചിലപ്പോൾ സംഭവിക്കാം. അപ്പോഴും നമ്മുടെ മുറ്റത്ത് മാത്രം വെള്ളം വരുമ്പോഴേ എനിക്ക് വിഷയമുള്ളൂ എന്ന് വിചാരിക്കരുത്. അതായത് അവൻ്റെ വീട്ടിലെ മൂക്ക് ക്യാൻസറാണ്, ഇല്ലെങ്കിൽ ആ കുട്ടിയെ പീഡിപ്പിച്ചു, അവളെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവിടെയല്ലേ, ഇവിടെ അല്ലല്ലോ, എനിക്കല്ലല്ലോ ക്യാൻസർ, എനിക്കല്ലല്ലോ വിഷയം, അല്ലേ? അപ്പോൾ അങ്ങനെയല്ല വരേണ്ടത്. ഈ മക്കളൊക്കെ പഠിക്കേണ്ടത് ഇതാണ്. ഇപ്പോൾ ഇവിടുത്തെ മക്കൾക്ക് ഈ ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ്. ഈ ചിന്തയില്ല, സെൽഫിഷാണ് ഭയങ്കരമായിട്ടും. അവരുടെ കാര്യം മാത്രം നോക്കി ഒരു വിധത്തിലുള്ള കമ്മിറ്റ്മെൻറ്റുകളും ഈ ലോകത്തോടില്ലാതെ ജീവിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് മാറ്റണം ശരിക്കും. കേരളത്തിൽ മലയാളികൾക്ക് എന്താ പ്രത്യേകത? മലയാളി നേഴ്സുമാരെ മാത്രം എന്താ വിദേശികൾക്ക് കൂടുതൽ ഇഷ്ടം എന്താ? അവർക്കാണ് അപ്പനെ അമ്മയെ സ്നേഹിക്കുക, ഈ അറ്റാച്ച്മെൻറ്റ് കൂടുതലുള്ളവർക്കാണ്. ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവർ മക്കളെ ഈ ഒരു സ്നേഹബന്ധത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ലൈഫ് ചേഞ്ച് എന്ന് പറയുന്നത് ഓൾ ഓവർ ചേഞ്ചാണ്. അവൻ്റെ ബോഡി ചേഞ്ച് ആവുന്ന മാത്രമല്ല, മാനസികമായിട്ടുള്ള വളർച്ചയും എല്ലാം ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ലൈഫ് ചേഞ്ചിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിന് പറ്റുന്ന എക്സ്പേർട്സ് ഉണ്ടോ നമുക്കിവിടെ? തീർച്ചയായിട്ടും. ഇവിടെ ഞാൻ 700ഓളം ആളുകളിൽ നിന്നും ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് ഞാൻ ഈ 40 സ്റ്റാഫിനെ ഇവിടെ എടുത്തിരിക്കുന്നത്. ആളുകളെല്ലാം ആളുകളോട് പുഞ്ചിരിക്കാൻ കഴിയണം, നന്നായി പെരുമാറാൻ കഴിയണം, അവരെ സ്വീകരിക്കാൻ കഴിയണം, അവരെ കെയർ ചെയ്യാൻ കഴിയണം. ഇവിടെ വരുന്നത് 10 വയസ്സ് മുതൽ 70-80 വയസ്സ് വരെയുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂത്തിനേക്കാളും കൂടുതൽ ഫാമിലീസാണ് ഇവിടെ. അപ്പൻ, അമ്മ, മക്കൾ, അങ്ങനെയാണ് ഇവിടെ വരുന്നത്. രാവിലെ 5 മണി മുതൽ രാത്രി 1 മണി വരെയുള്ള സമയം കണ്ടിന്യൂ ആളുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. സത്യത്തിൽ പലരും വരുമ്പോഴത്തേക്കും നമ്മളടുത്ത് പേഴ്സണലി സംസാരിക്കാനൊക്കെ ശ്രമിക്കും. ഇങ്ങനെ ഒരു ചെവി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് തീർച്ചയായിട്ടും ആ ചെവി ഞാനത് ഒരു 2-3 ഇൻ്റർവ്യൂ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം എന്നോട് ചോദിക്കും, എന്തിനാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എന്തിനും നമ്മുടെ ചുമലിൽ ചുമക്കുന്നു? അപ്പോൾ എത്ര തവണ ഞാൻ വിട്ടുപോകാൻ നോക്കിയാലും എനിക്കത് സാധിക്കില്ല, എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്കൊരാൾ എൻ്റെ മുമ്പിൽ വന്ന് വിഷമത്തോടെ, ആ വിഷമിപ്പിക്കുന്നവനോട് ഇത് ചോദിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല. ഒരാളെ വിഷമിപ്പിക്കാൻ പാടില്ല ഒരാൾ. അതുപോലെ ഈ പണമിടപാട് സംബന്ധിച്ചിട്ട് നിങ്ങൾക്കൊരാൾ പണം തരാനുള്ള ഒരാളെ നിരന്തരം പീഡിപ്പിക്കരുത്. പണം വാങ്ങിയിട്ട് ഞാനൊരു കൃഷി ചെയ്തു, ഇല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തി, ഞാൻ പൊട്ടിപ്പോയി, ഞാൻ പൊളിഞ്ഞു, ഞാൻ ചതിക്കപ്പെട്ടു. നിങ്ങൾ എന്നെ നിരന്തരം മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുന്നതുകൊണ്ട് എന്താണ് കിട്ടുന്ന ഗുണം? ഞാൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഇയാൾ ആത്മഹത്യ ചെയ്യും, ഇയാൾ ആ ജീവിതം അവസാനിപ്പിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പണം കിട്ടുമോ? പക്ഷെ ഞാൻ പറയുന്നത്, ആ പണം തരാനുള്ളവനെ അയാളെ പേടിപ്പിക്കാതെ, ഭയപ്പെടുത്താതെ, അയാളുടെ കൂടെ നിന്നുകൊണ്ട് എന്താ സുഹൃത്തെ വേണ്ടേ, എന്താ നമുക്ക് ചെയ്യണ്ടേ, നീ വിഷമിക്കാതിരിക്കുക, നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയണം. അതല്ലാതെ മറ്റുള്ള ആളുകളോട് അയാളെക്കുറിച്ച് മോശം പറയരുത്. സ്ഥിരമായിട്ട് കാണുന്നൊരു പരിപാടിയാണ്, അവനെ ശ്രദ്ധിക്കണം, അവൻ ഉടായിപ്പാണ് എന്ന് പറയുന്ന സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ ഈ മേഖലയൊക്കെ കടന്നു പോകുന്ന ആളാണ്. നമ്മൾ ബിസിനസ് നടത്തി വലിയൊരു ഉയരത്തിൽ നിന്ന് താഴെ വീണു അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോടൊപ്പം നിന്നിട്ടുള്ളൂ. ഒരാളും എന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ ചോദിക്കുകയോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ നിരന്തരം ഇടപെടുന്ന വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സാമ്പത്തിക ഇടപാടുകളുമായിട്ട് ആളുകൾ ഭീഷണിപ്പെടുത്തുന്ന ഒരവസ്ഥയുള്ള ആളുകളാണ് വരുന്നതിൻ്റെ. അപ്പോൾ അവരെ ഞാൻ വിളിച്ച് സമാധാനിപ്പിച്ചിട്ട്, ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, വാഴ കൃഷി ചെയ്യാൻ വേണ്ടി 10,000 രൂപ മേടിച്ചു, വാഴ നശിച്ചു പോയി. ഇയാൾ നിരന്തരം ഈ കർഷകനെ പീഡിപ്പിക്കുന്നു, ഇയാൾ കുടുംബത്തോട് ആത്മഹത്യ ശ്രമിക്കുന്നു. ഞാൻ 26 ദിവസം കണ്ണൂർ ജയിലിൽ കിടന്ന ഒരാളാണ്. ജയിലിൽ കിടക്കാൻ്റെ സാഹചര്യമാണ് എൻ്റെ മക്കളെ നിയമം പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പം ഇവിടെ നീതി വേണം, സിസ്റ്റം വേണം എന്ന് ഞാൻ പറയാം. അപ്പം നിയമം കൃത്യമായി പോകാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ പണം കിട്ടാനുള്ള ആൾ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പിന്നെ എവിടെ പോയിട്ട് അയാൾ പരാതി പറയും, ആര് വാങ്ങിക്കൊടുക്കും? അപ്പം വാങ്ങിക്കൊടുക്കുന്ന ഇതൊക്കെ ഓരോരോ ടീമുകൾ ഏറ്റെടുക്കും, പിന്നെ കൊട്ടേഷൻ ടീമുകളിലേക്ക് പോകും, അങ്ങനെ വേറെ രീതിയിലേക്ക് മാറും. പക്ഷേ ഈ പറയുന്നതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പാടുള്ള കാര്യങ്ങളാണ്. ഇത് ഞാൻ ബിസിനസ് അല്ല എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ആർക്കും വിശ്വാസമല്ലാതെ ഇയാൾ വെറുതെ പറയാൻ. അത് എന്നെ വന്ന് കണ്ട് എന്നോട് സംസാരിക്കണം. എന്നെ അറിയുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇവിടെ എൻ്റെ അമ്മ വന്നിട്ടുണ്ട്, ക്രിസ്മസ് ന്യൂ ഇയർ
സെലിബ്രേഷൻ നടക്കുകയാണ് ഇന്ന് 5 മണി മുതൽ ഇവിടെ. അപ്പോൾ ഓരോ ആഘോഷങ്ങളും ലൈഫ് ചേഞ്ച്, ഒരാളുടെ ബർത്ത്ഡേ ആണെങ്കിലും വിവാഹ വാർഷികമാണെങ്കിലും എല്ലാം നമ്മുടെ ആഘോഷിക്കും. ഇത് കഫേ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ വരുന്നവർക്കുള്ള ന്യൂട്രീഷൻ ഡയറ്റിന് ഫുഡ് മുഴുവൻ ഇവിടെയാണ്. ഇവരൊക്കെ സെറ്റായി വന്നേക്കുന്നത് ശരിക്കും ക്രിസ്മസിന്റെ ഭാഗമായിട്ടാണോ? അതെ അതെ അതെ, എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവോ? ഇതെൻ്റെ ഭാര്യ ബിൻസി, ഹായ്. മൂത്ത മകള് ഗ്ലോറിയ, രണ്ടാമത്തെ മകള് ഏഞ്ചല്, ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ ജ്യേഷ്ഠൻ്റെ മകള് അന്ന. പിന്നെ എൻ്റെ ഒരു മോനും കൂടി ഉണ്ട്, സാംസൺ, അവൻ താഴെയുണ്ട്, വർക്കലാണുള്ളത്. ഇവിടെ ന്യൂ ഇയർ ക്രിസ്മസിന്റെ സെലിബ്രേഷൻ നടക്കുകയാണല്ലോ. അപ്പോൾ ഇവരൊക്കെ എപ്പോഴും ഇവിടെ ഉണ്ടാവും. ഇത് നമ്മൾ മായ നമ്മുടെ കഫേയിൽ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് ചായ കിട്ടുമായിരിക്കും. കിട്ടും, എല്ലാം കിട്ടും. ശരിക്കും നിങ്ങളൊക്കെ പഠിക്കാൻ പുറത്തൊക്കെ പോവാതെ ഇവിടെ അച്ഛനുമായിട്ട് കൂടാൻ പോവാണെന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞത്. ശരിക്കും സത്യമാണോ? എല്ലാവരും പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ജോലി എടുക്കാനും കുറച്ച് ആൾക്കാർ വേണ്ടേ. അപ്പോൾ സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ട് ഞാൻ സിവിൽ സർവീസിനാണ് പഠിക്കുന്നത്. പക്ഷെ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി നമുക്ക് പുറത്ത് പോവേണ്ടി വരില്ലേ? വേണ്ട, എല്ലാവരും പുറത്ത് പോയി ഇവിടെ വീട്ടിൽ പാരന്റ്സിന് ഇവിടെ നിൽക്കാൻ ആരിലൊക്കെ വേണ്ടേ. മോനെ, എന്താണ് ഈ ഇവിടുത്തെ പരിപാടികളിലൊക്കെ കൂടെ കൂടുന്നുണ്ടെന്നാണ് പറയുന്നത്. 2 മക്കളും ഭയങ്കര സപ്പോർട്ടാണെന്നാണ് പറയണത്. ശരിയാണോ? എന്തൊക്കെയാ ഇവിടെ ചെയ്യണേ? ചില ദിവസം ക്ലീനിങ് സ്റ്റാഫ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങളാണ് ഇവിടെ ക്ലീൻ ചെയ്യുന്നത്. മോശമാണ് കേട്ടാ, പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണല്ലേ. എന്നിട്ട് പിന്നെ ആരെങ്കിലുമൊക്കെ ഇല്ലാതാകുമ്പോൾ ഞങ്ങളാണ് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ക്ലാസ്സില്ലാത്ത മിക്ക ദിവസം ഞങ്ങൾ ഇവിടെ തന്നെയാണ് എല്ലാവരും. അപ്പൊ ഇവിടെ അങ്ങ് കൂടുകയാണ്, ചായ കുടിച്ച ഇവിടെ അങ്ങ് കൂടല്ലേ. നല്ല പരിപാടിയാണ്. പഠിത്തത്തിനൊപ്പം ഇതൊക്കെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ചോദിച്ചത്. ശരിക്കും കുട്ടികൾ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ടോ, അത് വെറുതെ പറയണോ എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞു, ഇല്ല, അവരുടെ സഹായം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് അടിപൊളി. ഇപ്പൊ ചായ കുടിക്കാല്ലേ? ശരിക്കും ഈ കഫേയിൽ ഈ ഡയറ്റ് അനുസരിച്ചുള്ള ഫുഡ് മാത്രം കൊടുക്കാനാണോ അതെ, ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഇവിടെ ഡയറ്റീഷ്യൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഡയറ്റിംഗ് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇത് പ്രിഫർ ചെയ്യുന്നവർക്ക് നമ്മൾ ഡയറ്റിംഗ് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതിപ്പം നൈറ്റ് ആണേലും പകലാണേലും വന്ന് ചോദിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. Always keep your chest out, shoulder down, and maximum wide. കൈ മാക്സിമം സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരണം. ഓക്കെ, ഞാൻ വരികയാണെങ്കിൽ എന്നെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഒതുക്കി നന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും? നിങ്ങൾ ഒരു 3 മാസം കൊണ്ട് നിങ്ങൾ ചലഞ്ച് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പം നിലവിൽ ഞാൻ പറഞ്ഞില്ല, ആള് ക്ലിയർ ആണ്. പക്ഷെ ഇതിനകത്ത് വരേണ്ട ചെസ്റ്റ് ഷേപ്പ് വരണം, ഷോൾഡർ, ബൈസ്, ട്രൈസ് എന്നുള്ള ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് വന്നാൽ വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടോ ഇവിടെ? ചലഞ്ച് ഉണ്ട്. 30, 90 ആളുകളുടെ ഇതിനനുസരിച്ച് നമ്മൾ ആ ചലഞ്ച് കൊടുക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യം 3 മാസം കൊണ്ട്, ഞാൻ 90 ദിവസം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ആ ഒരു ചേഞ്ച് ഞാൻ വരുത്തി തരും. ഇപ്പം എൻ്റെയൊക്കെ ജീവിതത്തിൽ ശരിക്കും ഈ ലൈഫ് സ്റ്റൈലിനെ മാറ്റാൻ പറ്റാത്തതായിട്ട് ഞാൻ എക്സ്ക്യൂസ് പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഏത് സമയത്താണ് ഉറങ്ങുക, ഏത് സമയത്താണ് ഉണരുക എന്ന് പറയാൻ പറ്റാത്തൊരു ജോലിയാണെന്ന് പറയാം. പക്ഷേ ഇതൊക്കെ പറയാമെന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. ഇപ്പോൾ ഫുഡ് സ്റ്റൈലൊക്കെ മാറ്റിയിട്ട് അത്യാവശ്യം ആരോഗ്യവാനായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അത് ഈ പുറമേ ഉള്ളൊരു ഫിസിക്കിൻ്റെ ഒരു ആരോഗ്യമോ അല്ലെങ്കിൽ ഒരു സൗന്ദര്യമൊക്കെ കണ്ടിട്ട് ആരോഗ്യവാനാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് സത്യത്തിൽ വിഡ്ഢിത്തരമാണ്.